സംഭവിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ വരുമ്പോൾ പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ബോംബ് നിർമ്മാണം മുഴുവൻ പ്രതികൾക്കും അറിയാമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എസ് അനീഷ് കുമാർ വിശദാംശങ്ങൾ നൽകും. അനീഷ, എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? സജിത്ത്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുന്നതിനിടെയാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പലർക്കും ഈ കേസിൽ നേരിട്ട് ബന്ധമില്ലാത്തവരാണ് എന്ന വാദമാണ് CPI മുന്നോട്ട് വെച്ചത്. അതിൽ ചിലർ രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്ത് എത്തിയതാണ് എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ അറസ്റ്റിലായ എല്ലാവർക്കും ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം രാഷ്ട്രീയമായ കാരണങ്ങൾക്കപ്പുറം ചില രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനപ്പുറം ഈ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പ്രയോഗിക്കാൻ കൂടിയാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ചത് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം പ്രതിയിലായ എല്ലാവർക്കും നേരിട്ട് കേസുമായി ബന്ധമുണ്ട് എന്നും പറയുന്നു. അതായത് CPM നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളെയും ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടും കേസിലെ മറ്റും വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സജിത്, എന്തായാലും പാനൂരിലെ ഈ വിവാദം CPM മുന്നിൽ വലിയ പ്രതിസന്ധിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് എതിരാളികളെ ലക്ഷ്യമിട്ടാണ്, രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണ് ഈ ബോംബ് തയ്യാറാക്കിയത് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങൾ. എന്താണ് ഇത് സംബന്ധിച്ച CPM നേതാക്കളുടെ പ്രതികരണം എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രസക്തമാണ്. എന്തായാലും പാനൂരിലെ ബോംബ് നിർമ്മാണ വിവാദത്തിൽ എന്ത് നടപടിയിലേക്ക് പോകുമെന്നതാണ് ഇനി അറിയേണ്ടത്. അനീഷ, ഒരു കാര്യം കൂടിയുള്ളത്. അനീഷ, ഇതിൽ CPM കേന്ദ്രങ്ങളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ പുതിയ പ്രതികരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം നേരത്തെ തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളടക്കം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോഴും CPMന്റെ മുതിർന്ന നേതാക്കൾ അടക്കം പറഞ്ഞത് ഒരു അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയവരാണ് DYFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ. അവരെ പ്രതി ചേർക്കുന്നത് ശരിയായ നിലപാടാണോ എന്ന് പോലീസ് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പോലീസും പിന്നീട് ഇത്തരത്തിൽ ഈ പിടിയിലായ എല്ലാവരും തന്നെ പ്രതികളാണോ എന്ന് സംശയമുണ്ടെന്ന രീതിയിലും പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോഴാണ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഏതാണ്ട് 12 ആളുകൾക്കും ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഒപ്പം മരണപ്പെട്ട ആൾക്ക് ഒപ്പം മറ്റു ചില പ്രതികൾ അവരും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരും ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നും പറയുന്നു. ഒപ്പം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോൾ ഈ മറുവശത്ത് രാഷ്ട്രീയമായ എന്തെങ്കിലും മാനങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാനങ്ങൾ ആദ്യഘട്ടത്തിൽ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു പോലീസ് ഉറവിടങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം. എന്നാൽ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ നേരെ പ്രയോഗിക്കുന്നതിനായിരുന്നു ബോംബ് നിർമ്മാണം എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ പങ്ക് പുറത്തു വരികയാണ്. നേരത്തെ വടകരയിലെ UDF സ്ഥാനാർത്ഥി അടക്കം ആരോപിച്ചതും ഇതാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ CPM പ്രവർത്തകർ അല്ലെങ്കിൽ DYFI പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചത്? ആർക്കെതിരെ പ്രയോഗിക്കുന്നതിനായിരുന്നു ഈ ബോംബ് നിർമ്മിച്ചത് എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. പ്രാദേശിക തലത്തിൽ ഈ ബോംബ് ഉപയോഗിച്ച് നേരിടേണ്ട എന്ത് സാഹചര്യമാണ് നിലവിലുള്ളത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും അതിന് ഒരു ഉത്തരം ഈ രാഷ്ട്രീയ പ്രതിരോധികൾക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് എന്ന് പറയുമ്പോൾ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണം ഒരുപക്ഷെ മുന്നോട്ട് വേണ്ടിവരും. അത് തന്നെയാണ് CPM ഇനി കുഴയ്ക്കാൻ പോകുന്നതും. നിലവിൽ ഈ സാഹചര്യത്തിൽ പുതിയ റിമാൻഡ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രതികരണങ്ങൾ CPM ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതാണ് സാഹചര്യം. എന്തായാലും പാനൂരെ സ്ഫോടനം CPM മുന്നിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിനെ തള്ളാനും കൊള്ളാനും അവസ്ഥയിലേക്ക് CPM നേതൃത്വം മാറുമെന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. വടകര, കണ്ണൂർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയും ചെയ്യുകയാണ്. ന്യൂസ് ട്രെൻഡ്സ്